നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണമെന്ന് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. കൈമളേട്ടൻ എന്തു പറയുന്നു? കല്യാണത്തിന് മറ്റു തടസ്സമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. പ്രായമേറി വരുന്നതുകൊണ്ട് എനിക്കും ടെൻഷനുണ്ടേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തിനാ ടെൻഷൻ? ആയുസിന്റെ കാര്യത്തിൽ നമ്മളാണോ കൈമളേട്ട തീരുമാനം എടുക്കുന്നത്? വെറുതെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ. അല്ല, അച്ഛനും അമ്മയും എനിക്ക് വലിയ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മകളാ. വലിയ റോളുകളൊന്നും എനിക്കിവിടെ ഇല്ലെങ്കിലും മീനാക്ഷിയുടെ കല്യാണത്തിന്റെ കാര്യത്തില് എന്റെ എളിയ ചെറിയൊരു അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കോട്ടെ. ഈ കുടുംബത്തിൽ വലിയ റോൾ ഞങ്ങൾ എടുത്തു തന്നാൽ നീ അത് അഭിനയിച്ച് ഓവറാക്കി ഈ കുടുംബം കലക്കിക്കളയും. നിന്റെ നാവ് അത്രയ്ക്ക് വിശിഷ്ടമാണ്. അതുകൊണ്ട് രാമഭദ്രന്റെ ഭാര്യ എന്ന റോൾ മതിയ തൽക്കാലം. ആ, എന്തായാലും അച്ഛന്റെ പുന്നാര മോളല്ലേ അവള്. കൂടാതെ രണ്ടാം ഊഴക്കാരി. ആ, കേക്കട്ടെ കല്യാണ കാര്യത്തെ പറ്റി നിന്റെ അഭിപ്രായം. അല്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്ന പോലെ ഇവളുടെ ഈ അഭിപ്രായത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ലേ? മനുഷ്യ തോക്കിനകത്ത് കയറി വെടി പൊട്ടിക്കാതെ അവൾ അഭിപ്രായം പറയട്ടെ. എന്റെ ആങ്ങള ജഗദീഷും അവന്റെ സൽഗുണസമ്പന്നയായ ഭാര്യ മാലതിയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാ. അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ നാത്തൂനും തമ്മില്. മാലു കോലു എന്നും വിളിച്ച് പുറകെ നടപ്പായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? അത് പിന്നെ അമ്മേ, എന്റെ ഭാര്യയുടെ സ്വഭാവം അറിയില്ലേ? ആ, ഓന്തിനെ പോലെ പെട്ടെന്ന് നിർമാറികളെ. ആ, അതവിടെ നിക്കട്ടെ. നീ കല്യാണത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം പറ. എന്റെ അമ്മേ, തക്കം കിട്ടിയ ഈ ഭൂലോകം മൊത്തം വിഴുങ്ങാൻ നിൽക്കുന്ന ആർത്തി പണ്ടാരങ്ങളാ ആ മന്മഥ പണിക്കരും താരക പണിക്കരും. നേര് നെറിയില്ലാത്ത അവരുടെ മകൻ പണിക്കർക്ക് അമ്മയുടെ കൊച്ചുമോളെ പിടിച്ചു കൊടുക്കണം. എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ ഈ അഭിപ്രായം അസാധുവാ. വോട്ടിനിടാതെ തന്നെ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ചെമ്പകമംഗലം ആ വൈശാഖ് ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ആ, തേവരുടെ ആന കാട്ടിലെ തടി. ഞാൻ കിടന്ന് ഒറ്റയ്ക്ക് വായിട്ടളിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഇപ്പോഴാണ് ഇവിടെ പറയുന്നത്. മനുഷ്യ സാവിത്രി, എനിക്ക് വേണ്ട. മോനെ ചായ. ആ, ചെക്കപ്പിന് മോനും കൂടെ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഞാൻ ചെന്നപ്പോ മൈഥിലിയുടെ ചെക്കപ്പ് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ മോളെ? ഇല്ല. ആ, എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.